അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്നറിയാതെ ഞാൻ ചീത്ത പറഞ്ഞത് മോശമായിപ്പോയല്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. രാത്രി അയാൾ വിളിക്കും, ഞാൻ ഫോൺ എടുക്കണോ? വേണ്ട, ഒരിക്കലും വേണ്ട. അതൊക്കെ പിന്നീട് ബുദ്ധിമുട്ടാവും. അല്ല, ഒരാൾക്ക് പറയാനുള്ളത് കേൾക്കാതിരിക്കുന്നത് മോശല്ലേ? എവിടെയോ കിടക്കുന്ന ഒരു അജ്ഞാതനെ കുറിച്ച് നീ എന്തിനാ ഇങ്ങനെ തലപുണ്ണാക്കുന്നേ? പ്ലീസ്, ഒരു പ്രാവശ്യം ഒന്നെടുത്തോട്ടെ. ഓക്കെ, ഒരിക്കൽ മാത്രം, പിന്നീട് ആവർത്തിക്കരുത്. താങ്ക് യു. ഷോ, അയാളൊന്ന് വിളിച്ചു കിട്ടിയാ മതിയായിരുന്നു. ഹലോ 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 ഹലോ, ഞാൻ കുറെ SMS കോളും ചെയ്ത് ബുദ്ധിമുട്ടിച്ചെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ച വേഗം അത് പറ. കാര്യം പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് ആമുഖമായി പറയട്ടെ. മൊബൈൽ ഫോൺ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ ആർക്കും ആരെയും വിശ്വാസം ഇല്ലാണ്ടായിരിക്കുന്നു. ദയവേത് എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. വളരെ മാന്യമായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ പേരെന്താ? ആദ്യം നിന്റെ പേര് പറ, എന്നാ എന്നെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ പറയാം. എന്റെ പേര് വൃന്ദ. എന്തൊരു അത്ഭുതം! എന്റെ പേര് നന്ദകിഷോർ എന്നാ. നന്ദൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. നന്ദൻ വൃന്ദ, നല്ല സാദൃശ്യല്ലേ? ഓ, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ശരിയാണ്. അതിനേക്കാൾ എനിക്ക് ഷോക്കായ മറ്റൊരു കാര്യമുണ്ട്. എന്താ അത്? ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഞാനെല്ലാം പറയാം. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു. വൃന്ദ എന്നായിരുന്നു അവളുടെയും പേര്. കഴിഞ്ഞ മഴക്കാലത്ത് മുറ്റത്തെ കിണറിൽ വീണ് എൻ്റെ പെങ്ങൾ മരണപ്പെട്ടു. അയ്യോ, കഷ്ടം. ആ, സാരമില്ല. പകരം എനിക്ക് കൊഞ്ചിക്കാനും ലാളിക്കാനും മറ്റൊരു വൃന്ദയെ കിട്ടിയല്ലോ. വീടെവിടെയാ? അരൂക്കുറ്റിപ്പുറം, പാലക്കാട് ജില്ലയിലാ. ജോലി എന്താ? ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ അക്കൗണ്ടന്റാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പിന്നെ ഞാനും. പെങ്ങൾ മരിച്ചുപോയില്ലേ. മോളെ, ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. അച്ഛൻ വരുന്നുണ്ട്. മോളെ, ആ ശല്യക്കാരൻ പിന്നെ വിളിച്ചോ? ഇല്ല അച്ഛാ. മോളേതായാലും അവന് നല്ല ഡോസ് കൊടുത്ത് നന്നായി. ഇതുപോലുള്ള അലവലാദികളുടെ വിളികൾ ഇനിയും ഉണ്ടാകും, ശ്രദ്ധിക്കണം കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛനോട് കള്ളം പറഞ്ഞു. ഷോ, നമ്മുടെ ഫിസിക്സിന്റെ സാറ് കുറച്ചു ദിവസം ലീവാന്ന് പറഞ്ഞല്ലോ. എന്താ കാരണം എന്നറിയോ? ആ, പിന്നെ വൃന്ദ, എന്റെ ഒപ്പം അടുത്ത ആഴ്ച ഗൾഫിൽ നിന്ന് വരുന്നുണ്ടേ. ആ, പിന്നെ നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് എന്നാന്ന് വല്ലതും അറിയോ നിനക്ക്? എനിക്കറിയില്ല. എന്ത് പറ്റി നിനക്ക്? അല്ലെ ഫുൾ ടൈം ചാറ പറന്ന് സംസാരിക്കുന്ന കുട്ടിയാ. എന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെന്താ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? ഒന്ന് വേഗം വാടി. എടി ഷൈമ, ശ്രുതി, നമ്മളൊന്ന് സ്കൂളിലേക്ക് പോകുന്നില്ല, നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്താടി പ്രശ്നം? ദേ, ഈ വൃന്ദയ്ക്ക് കാര്യമായ എന്തോ അസുഖമുണ്ട്. അവൾ ഫുൾ മൂഡ് ഓഫ്. എന്താടി നിനക്ക്? പിന്നെ മനുഷ്യന് ഇത്തിരി സമാധാനം താ. എല്ലാവർക്കും എല്ലാ ദിവസവും ഒന്നും സുഖമായിട്ടിരിക്കാൻ പറ്റില്ല. പല പ്രശ്നങ്ങളും കാണും. അത് ശരിയാ. വൃന്ദ കുറെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെന്ന് ഇന്നലെ ടിവിയിൽ വാർത്ത ഉണ്ടായിരുന്നു. ഇന്നലെ ലാബിൽ കാണിച്ച എക്സ്പെരിമെന്റിന്റെ നോട്ട് ഡിസ്കഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നോട്ട് എടുക്കൂ. നോട്ട് എഴുതാത്തവരാരെങ്കിലും ഉണ്ടോ? എന്ത് പറ്റി വൃന്ദ? തലവേദനയായിരുന്നു ടീച്ചർ, എഴുതാൻ പറ്റിയില്ല. സാരമില്ല, നാളെ വരുമ്പോ എഴുതിയാ മതി. ഇരുന്നോളൂ. ശരി ടീച്ചർ. എന്നോട് സ്നേഹാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചു പോവോ? ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. മോളെ, ഒരു കാര്യത്തിൽ നീ എന്നെ വിശ്വസിക്കണം. നിന്റെ ജീവിതത്തിൽ ഞാൻ കാരണം എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ എന്റെ ജീവനാണ്. എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നീ എന്റെ കൂടെയാണ്. എന്റെ രക്തത്തിൽ നീയുണ്ട്, എന്റെ നിശ്വാസത്തിൽ നീയുണ്ട്,
എനിക്ക് നിന്നോടുള്ള സ്നേഹം സത്യമാണെന്ന് ബോധ്യപ്പെടാൻ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. പ്രത്യേകിച്ചൊന്നും ചെയ്യൊന്നും വേണ്ട, എന്നെ പറ്റിക്കാതിരുന്നാ മതി. എന്താ അമ്മേ? നീ ഉറങ്ങണില്ലേ? അയ്യോ അമ്മ, എനിക്ക് ഒരുപാട് പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ട്. അമ്മ കിടന്നോളൂ. ആ ശരി, അധികം ഉറക്കൊഴിക്കണ്ട. ഇനി രാത്രി ഒന്നും വിളിക്കരുത്, മെസ്സേജ് അയച്ചാ മതി. ആ, ഞാൻ നാളെ വിളിക്കേ. വിളിക്കോ? വിളിക്കാം. ആ ശരി. ഒഴിക്കട തെണ്ടികളെ. ജിങ്ക ജിക്ക, ഇങ്ക ജിക്ക, ഇങ്ക ജിക്ക. ഒഴിക്കടാ. ദേ, മാത്സിന്റെ പുതിയ മാഷ്. ക്ലാസ്സിൽ നിനക്ക് വല്ലതും മനസ്സിലാവുണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് പിന്നെ മാത്സ് നേരത്തെ എളുപ്പമായതുകൊണ്ട് പ്രശ്നമല്ല. നിനക്ക് കെമിസ്ട്രി എങ്ങനെയാ എളുപ്പ? കെമിസ്ട്രി അതാണ് ഒടുക്കത്തെ വിഷയം, ഒന്നും മനസ്സിലാവണില്ല. എനിക്കാണെങ്കിൽ കെമിസ്ട്രി തീരെ പോണില്ല. എന്താടി ചെയ്യാ? ട്യൂഷന് പോകേണ്ടി അയ്യോ, ഒരു കാര്യം മറന്നു. നള്ളിയെടുത്തിന്റെ വീട്ടിലൊരു സാധനം കൊടുത്തേൽപ്പിക്കാൻ അമ്മ തന്നു വിട്ടതാ. അമ്മ പ്രത്യേകം പറഞ്ഞതാ മറക്കല്ലേ മറക്കല്ലേന്ന്. ഒരു നാശ പിടിച്ച മറവി. ആ, നിങ്ങൾ നടന്നോ, ഞാനിത് കൊടുത്തിട്ട് ഉടനെ വരാം. ഞങ്ങളും വരാം. വേണ്ട വേണ്ട, നിങ്ങൾ നടന്നോ, ഞാൻ വേഗം വരാം. ഞങ്ങളിവിടെ കാത്തുക്കണോ? വേണ്ട, നിങ്ങൾ നടന്നോ. വാ നമുക്ക് പോവാ. ആ പറയ്. എത്ര പ്രാവശ്യം ഇങ്ങക്ക് ഞാൻ വിളിക്കണ്, എന്താ ഫോൺ എടുക്കാത്തത്? അതെ, ഞാൻ ചില പ്രശ്നത്തിലാ, സംസാരിക്കാനൊരു മൂടില്ല. കുറച്ച് ദിവസമായിട്ട് ഇങ്ങക്കൊരു മാറ്റമുണ്ട്. എന്നോട് സംസാരിക്കാനൊന്നും ഒരു താല്പര്യമില്ല. മുമ്പൊക്കെ ഞാൻ വിളിക്കുമ്പോ ചക്കരെ, പൊന്നെ, കരിമ്പേ, പുള്ളിക്കുയിലെന്നൊക്കെ വിളിച്ച് തേനൊലിപ്പിക്കാറുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങക്ക് എന്നെ വേണ്ടാതായോ? അതൊന്നുമല്ല, ഈ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട, ഞാൻ പിന്നെ വിളിക്കാം. എടി എന്താ വരാത്ത? വൃന്ദ വന്നിട്ടില്ല. എന്ത് പറ്റി? അറിഞ്ഞൂടാ. എന്നാ നീ ഇങ്ങോട്ട് പോരെ. വൃന്ദയ്ക്ക് എന്ത് പറ്റിയടി? ആർക്കറിയാം. നമുക്ക് അവളെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം. ശരിയാ. ഹലോ അമ്മ, ഇത് സിത്താരയാ. ആ എന്താ മോളെ? വൃന്ദ എന്തേ അമ്മേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു, അവളിന്ന് നേരത്തെ പോയല്ലോ, നീ ഇന്ന് പോയില്ലേ? ഹലോ. അമ്മേ, ഞാൻ ആ കാര്യം മറന്നു പോയതാ. പഠിപ്പിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ മറന്നാലോ മോളെ? ഓ ശരി മോളെ. ഓക്കെ, ശരി അമ്മേ. എടി, വൃന്ദ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്രേ. സ്പെഷ്യൽ ക്ലാസ്സോ? എന്ത് സ്പെഷ്യൽ ക്ലാസ്? അറിഞ്ഞൂടാ.
മോളെ, എന്താ അമ്മേ? നിനക്കെന്താ വാതിലടച്ചിട്ട് പണി? ഞാൻ പഠിക്കാം അമ്മേ. ആ, നീ ഒന്ന് വാതിൽ തുറന്നേ. ദാ വരുന്നു. പിന്നെ വിളിക്കാം, അമ്മ വരുന്നുണ്ട്. മോളെ, ചേച്ചിയുടെ വീട്ടിലേക്ക് രാവിലെ പോവാൻ ഒരുങ്ങിക്കോ. ഞാൻ വരുന്നില്ല അമ്മേ. ഏ, വരുന്നില്ലാന്നോ? സ്വന്തം ചേച്ചിയുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ നീ എങ്ങനെ വരാതിരിക്കുക? അമ്മ ഒത്തിരി വായിക്കാൻ എഴുതാനൊക്കെ ഉണ്ട്. അസൈൻമെന്റ്സ്, പ്രൊജക്ട് റിപ്പോർട്ട്, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളാ തിങ്കളാഴ്ച ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യാനുള്ളത്. ചേച്ചി എന്ത് വിചാരിക്കും മോളെ? പഠിക്കുന്ന വിഷയമാണെങ്കിൽ ചേച്ചി ഏത് കോംപ്രമൈസിനും തയ്യാറാവും. അമ്മ എനിക്ക് ഉറപ്പാ. ഞാൻ ചേച്ചിക്ക് ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞോളാം. ആ, ശരി. അവള് നാളെ വരുന്നില്ല അത്രേ. എന്താടി നമ്മുടെ മോൾക്ക് പറ്റിയത്? എനിക്കറിയില്ല ഏട്ടാ. വീട് ശ്മശാനം പോലെയായി. അവളുടെ ശബ്ദം പോലും ഇപ്പോൾ പുറത്തു കേൾക്കുന്നില്ലല്ലോ. ഏത് സമയത്തും വാതിലടച്ച ഒറ്റ ഇരിപ്പാ. ചോദിക്കുമ്പോ ഒത്തിരി വായിക്കാനും എഴുതാനും ഉണ്ടെന്ന് അവള് പറയണത്. ഒരുപക്ഷെ പരീക്ഷ അടുത്തതിന്റെ ടെൻഷനായിരിക്കാം. എനിക്കങ്ങനെ തോന്നുന്നില്ല. പരീക്ഷ ഇതിനു മുമ്പും കുറെ കഴിഞ്ഞിട്ടില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, സമയം കിട്ടുമ്പോൾ സൂത്രത്തിൽ അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് കാര്യം അന്വേഷിക്ക്. ശരി, നാളെ ഞാനൊന്ന് വിളിച്ചു നോക്കാം. എടി, ആര് വന്ന് കോളിംഗ് ബെൽ അടിച്ചാലും വാതിൽ തുറക്കരുത്. ആ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്യാൻ മറക്കരുത്. മോളെ, കുറച്ചു കഴിഞ്ഞ കുൽസ് വരും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിക്കണ്ട കേട്ടോ. ഷോ, ഈ അച്ഛന്റെ അമ്മയുടെ ഒരു കാര്യം. യെസ്. ആ, ഹലോ, എന്താടി മുത്തേ? ഹലോ നന്ദേട്ടൻ, എവിടെയാ? ഞാൻ ഓഫീസിലാ. നീ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ വീട്ടിലാ. അപ്പൊ വീട്ടിലാരുമില്ല? അച്ഛനും അമ്മയും ചേച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അനിയനോ? അനിയൻ 2 ദിവസമായി ചേച്ചിയുടെ വീട്ടിൽ തന്നെയാ. അപ്പൊ നീ എന്താ പോകാഞ്ഞേ? കുറെ വായിക്കാൻ എഴുതാനുണ്ടെന്ന് ഞാൻ അമ്മയുടെ കളവ് തട്ടിവിട്ടു. എന്തിനാന്നറിയോ? നമുക്ക് സംസാരിക്കാൻ, വൈകുന്നേരം വരെ സംസാരിക്കാൻ. അല്ല നന്ദേട്ടൻ ഫ്രീ ആണോ? സംസാരിക്കാൻ ബുദ്ധിമുട്ടാവോ? ഹേയ്, എത്ര വേണേലും സംസാരിക്കാം. നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്ന ഓഫീസിൽ നിന്ന് ഞാൻ ലോങ് ലീവ് എടുക്കും. മഞ്ഞുപോലെ കരളിൽ തണുക്കുന്ന രാഗം, മുല്ലപ്പോലെ
അയ്യോ, എന്താ പറയാനുള്ളെന്ന് വെച്ചാ വേഗം പറയ്. എനിക്ക് ആകെ പേടിയാവുന്നു. ആരെങ്കിലും കണ്ടാൽ അച്ഛനോടും അമ്മയോടും 100 കളവ് പറഞ്ഞിട്ടാ ഞാൻ വന്നേ. ആദ്യമായിട്ട് എങ്ങനെയൊക്കെ. ഇനി കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും ഞാൻ വരില്ല. വൃന്ദ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇത്രയും കാലം കൊണ്ടത് ബോധ്യപ്പെട്ടില്ലേ? അല്ല, ചോദിച്ചോന്ന് മാത്രം. മോളെ, ഞാൻ വലിയൊരു മനപ്രയാസത്തിലാ. അത് നേരിട്ട് പറയാനാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എന്തു പറ്റി? 2 ദിവസം മുമ്പ് നമ്മുടെ കല്യാണത്തെക്കുറിച്ച് ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചു. അവിടെ പിന്നെ നടന്നത് ഒരു യുദ്ധമായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ ഏക മകനല്ലേ, അവർക്കെന്നെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. പണ്ടവും പണവും നിറഞ്ഞ കുറേ സ്വപ്നങ്ങൾ. പക്ഷേ എനിക്ക് വൃന്ദയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം. നന്ദേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? മറ്റു വഴികളില്ല മോളെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിരിയണം. എന്നെ പിരിയാൻ കഴിയോ? കഴിയും. പക്ഷേ അന്ന് ഞാൻ ഈ ലോകത്ത് ബാക്കിയുണ്ടാവില്ല. നിന്നെ പിരിയുന്നതും എൻ്റെ മരണം ഒരുമിച്ചായിരിക്കും. അതുകൊണ്ടാ ഞാനിങ്ങനെ ആലോചിച്ചത്. നമുക്ക് തൽക്കാലം ഒളിച്ചോടി രജിസ്റ്റർ മാരേജ് ചെയ്യാം. എന്റെ വീട്ടുകാരെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നില്ലേ? എല്ലാവർക്കും വിഷമമുണ്ടാവും. കുറച്ച് ദിവസം കൊണ്ട് എല്ലാം മാറും. നീ എന്നോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എല്ലാവരും നോർമലാകും. അതുവരേക്കുള്ള ചെറിയൊരു ഇടവേള, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കുറച്ചു കാലം എന്നെ കാണാതാകുമ്പോൾ എൻ്റെ അച്ഛൻ്റെ വാശിയും വരയൊക്കെ മാറും. അപ്പം തിരിച്ചു വന്ന് നമുക്ക് നിന്റെ എൻ്റെ കുടുംബത്തോടൊപ്പം ഈ നാട്ടിൽ തന്നെ ജീവിക്കാം. നമുക്ക് ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള സമ്പാദ്യം എൻ്റെ അടുത്തുണ്ട്. നീ ഒരിക്കലും തെരുവിലിറങ്ങേണ്ടി വരില്ല. എന്തെങ്കിലും ഒരു മറുപടി പറയേ. എനിക്കൊന്ന് ആലോചിക്കണം. ഓക്കെ, പക്ഷേ ഉത്തരം നോ എന്നാണെങ്കിൽ പിന്നെ നമ്മുടെ കല്യാണം നടക്കില്ല. അതിനർത്ഥം ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല എന്നായിരിക്കും.